ഹലോ ഗായ്സ്, വെൽക്കം ടു അനദർ വ്ളോഗ് ഓഫ് ഫാം ജാം സ്റ്റോറീസ്. ഇന്നൊരു ചെറിയ രീതിക്ക് ഒരു കുക്കിംഗ് വ്ളോഗാണ്. ഞാൻ ഇന്നലെ തൊട്ട് വിചാരിക്കുകയാണ് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാമെന്ന്. ബിക്കോസ് പ്രഗ്നൻ്റ് ആയതുകൊണ്ട് ക്രേവിങ്സും ഉണ്ടാകും. അപ്പം ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒന്നും കിട്ടിയില്ല. ബട്ട് എൻ്റെ മൈൻഡിലോട്ട് ഇന്നൊരു ഐഡിയ വന്നു, റപ്പോ റോൾ ഉണ്ടാക്കാമെന്ന്. സോ നിങ്ങൾ പേര് കേൾക്കുമ്പോൾ വിചാരിക്കും വലിയ എന്തോ ഒരു സാധനമായിരിക്കുന്നു. ഒന്നുമല്ല, റവയും പൊട്ടറ്റവും വീട്ടിലുണ്ടോ, ഒരു 5 minutes ഈവനിങ് സ്നാക്സ് ആയിട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാവുന്നുള്ളൂ. സോ അധികം ഞാൻ വൈകിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആൻഡ് ആൾസോ പുതിയതായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ബെല്ലൈക്കണും കൂടെ അമർത്തിക്കഴിഞ്ഞാൽ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്കത് കാണാവുന്നതാണ്. സോ ഇങ്ങനെയല്ലേ പുതിയ ആൾക്കാരെ നമ്മൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത്. സോ പ്ലീസ്, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾ തിളച്ച വെള്ളത്തിലോട്ട് ആവശ്യത്തിനുള്ള റവ കുറുക്കിയെടുക്കണം. കുഞ്ഞു കുട്ടികൾക്ക് കുറുക്ക് ഉണ്ടാക്കുന്ന ആ പരുവത്തിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ റവ കുറുക്കിയെടുക്കണം. സോ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അടി പിടിക്കാത്ത രീതിയിൽ, വെള്ളം ഒട്ടില്ലാത്ത രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. സോ ഒട്ടും വെള്ളമില്ലാതെ നന്നായിട്ട് കുറുക്കിയെടുത്ത റവ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇനി ബൗളിലോട്ട് അത് മാറ്റി വയ്ക്കാം. മാറ്റി വെച്ചിരിക്കുന്ന റവയിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്യണം. ഉരുളക്കിഴങ്ങിൻ്റെ ടേസ്റ്റ് ആയിരിക്കണം കൂടുതൽ വേണ്ടത്. സോ റവേനേക്കാളും കൂടുതലായിരിക്കണം ഉരുളക്കിഴങ്ങ് വേണ്ടത്. സോ അത് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ റവ കുറുക്കിയതിന് ശേഷം തണുത്താറിയ റവയിലോട്ടായിരിക്കണം നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്യേണ്ടത്. എന്നിട്ട് ഈ ചപ്പാത്തി മാവിൻ്റെ ആ ഒരു പരുവത്തിൽ വേണം നമ്മൾ കുഴച്ചെടുക്കാനായിട്ട്, നല്ല രീതിക്ക് കുഴച്ചെടുക്കണം. നമുക്കിതിലോട്ട് ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ആഡ് ചെയ്യാം. ഒന്നാമത്തേത് പച്ചമുളക്, ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന പച്ചമുളക്. അത് ആവശ്യത്തിനനുസരിച്ചിട്ട് വേണം, എരിവ് കൂടുതലുള്ളവർക്ക് കൂടുതലായിട്ട് ആഡ് ചെയ്യാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ടായിരിക്കണം ആഡ് ചെയ്യേണ്ടത്. രണ്ടാമത്തേത് മല്ലിയില. അതും അതെ, ഓരോരുത്തരുടെ പേഴ്സണലായിട്ടുള്ള ഇഷ്ടം അനുസരിച്ചിട്ടായിരിക്കണം ആഡ് ചെയ്യണം. അതിന് ടേസ്റ്റ് കൂടുതൽ വേണ്ടവർക്ക് അത് കൂടുതലായിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. അത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്തതാണ് ഇഞ്ചി പേസ്റ്റ് ആക്കിയത്. നമ്മൾ നേരത്തെ കാണിച്ചിരുന്നു ഇഞ്ചി പേസ്റ്റ് ആക്കിയത്. ഇനി വെളുത്തുള്ളി വേണമെങ്കിലും പേസ്റ്റ് ആക്കിയിട്ട് ആഡ് ചെയ്യാം, ബട്ട് ഞാനതിവിടെ ചെയ്യുന്നില്ല. ഇഞ്ചി പേസ്റ്റ് ആക്കിയത് ആഡ് ചെയ്തു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുളക് പൊടി. അതും മുളക് നമ്മൾ യൂസ് ചെയ്ത കാരണം കൊണ്ട് തന്നെ ആവശ്യത്തിന് മാത്രമേ എരിവ് വേണ്ടുള്ളൂ. ഇത് കളറിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ മുളക് പൊടി ആഡ് ചെയ്തത്. കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ ഭേദം, അത്ര എരിവ് ഉണ്ടാവില്ല. സോ അത് ആഡ് ചെയ്യാം. മുളക് പൊടിയും അത് ആവശ്യത്തിന് നുള്ള് കളറിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യുക. അടുത്തത് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് മാത്രം ആഡ് ചെയ്താൽ മതി. അതും കളറിന് വേണ്ടിയിട്ടാണ് ആഡ് ചെയ്യുന്നത്. സോ ആവശ്യത്തിന് മാത്രം ആഡ് ചെയ്താൽ മതി. അതിൻ്റെ ടേസ്റ്റ് അധികം വേണ്ടാത്തവർക്ക് കുറച്ച് ആഡ് ചെയ്യാൽ മതി. ദെൻ അടുത്തത് ലാസ്റ്റ് ആയിട്ടുള്ളതാണ് കുറച്ച് ഉപ്പ്. ഞാനിത് ഉരുളക്കിഴങ്ങും റവയും കൂടെയും ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തതാണ്. സോ അത് നിങ്ങളുടെ അടുത്ത് പറയാൻ പറ്റും. എല്ലാ ഇൻഗ്രീഡിയൻസും എല്ലാം ആഡ് ചെയ്തു. ഇനി നമ്മൾ വെള്ളമൊന്നും ഉപയോഗിക്കാതെ അത് നമ്മൾ ചപ്പാത്തി മാവിൻ്റെ രൂപത്തിൽ അതങ്ങോട്ട് കുഴച്ചെടുക്കുകയാണ്. സോ സെറ്റായിട്ടുണ്ട്. ഇതൊരു 5 മിനിറ്റ് നമ്മൾ ലീവ് ചെയ്ത് വയ്ക്കും. ഇനി 5 മിനിറ്റിന് ശേഷം നമ്മൾ ഇത് ഇനി വറുത്തെടുക്കുകയാണ്. വറുത്തെടുക്കണേക്ക് മുമ്പ് പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ രണ്ട് കയ്യിലും നന്നായിട്ട് വെളിച്ചെണ്ണ വരട്ടി കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഓരോന്നും നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിനനുസരിച്ച്. ഞാനിപ്പോൾ ഇവിടെ റോളായിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ വടയുടെ ഷേപ്പിൽ എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ, കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാണെങ്കിൽ അങ്ങനെ, ഇഷ്ടമുള്ള ഷേപ്പിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അത് ആ റോളാക്കിയിട്ട് അങ്ങനെ ആക്കിയിട്ട്, അതായത് രണ്ട് കയ്യിലും വെളിച്ചെണ്ണ നന്നായിട്ട് തേച്ചാൽ മാത്രമേ നമുക്ക് ഇത് എടുക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അത് ചിലപ്പോൾ പൊട്ടിപ്പോവും. അത് കാരണം കൊണ്ട് നമുക്ക് പറ്റില്ല. അതുകൂടാതെ തന്നെ നമ്മൾ നന്നായിട്ട് തിളച്ച വെളിച്ചെണ്ണയിലായിരിക്കണം ഇത് ഇട്ട് നമ്മൾ പൊരിച്ചെടുക്കേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ വെളിച്ചെണ്ണയ്ക്ക് അധികം ചൂടില്ലെങ്കിൽ റവ ആയതുകൊണ്ട് തന്നെ അത് പൊട്ടിപ്പോവാനായിട്ട് ചാൻസ് ഉണ്ട്. സോ നമ്മൾ നന്നായിട്ട് വറുത്തെടുക്കുകയാണ്. സോ 4 വീതേ വറുത്തെടുക്കാൻ പാടുള്ളൂ. കൂടുതൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ എന്താ പറ്റുകയെന്ന് വെച്ചാൽ റവ ആയതുകൊണ്ട് തന്നെ അത് പൊട്ടി പോകാൻ ചാൻസ് ഉണ്ട്. സോ 4 വീതം 3 വീതമൊക്കെ ആയിട്ടേ വറുത്തെടുക്കാനായിട്ട് പാടുള്ളൂ. നന്നായിട്ട് തിളച്ച വെളിച്ചെണ്ണയിൽ വേണം വറുത്തെടുക്കാനായിട്ട്. കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ സെർവിങ് പ്ലേറ്റിലോട്ട് നമ്മുടെ റാപ്പോ റോൾ സോസിൻ്റെ കൂടെ കഴിക്കാനാണ് ബെസ്റ്റ്. സോ സോസുമായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാവരും പരീക്ഷിച്ച് നോക്കണം. ഈവനിങ് സ്നാക്സ് ആയിട്ട് ഇത് നല്ല ടേസ്റ്റ് ഉള്ളതാണ്. സോ എല്ലാവരും പരീക്ഷിച്ച് നോക്കണം.